മൂന്നാമത്തെ ചാപ്റ്ററാണ് ഫങ്ഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ C++ൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു അല്ലേ? C++ൽ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട്. മെയിൻ എന്നുള്ളത് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക അല്ലേ? മെയിൻ ഇൻഡ് മെയിൻ എന്നിട്ട് പ്രോഗ്രാം എഴുതുന്നു, അവസാനം ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള ഈ പ്രോസസ്സേഴ്സൊക്കെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മെയിൻ എന്ന് പറയുന്നതിനെ ഫങ്ഷൻ എന്നാണ് പറയാം. മെയിൻ ഈസ് എ ഫങ്ഷൻ. C++ എന്നുള്ള ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻ്റെ കൂട്ടമാണെന്നാണ് പറയാം. അതിലൊരു ഫങ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് ഈ ഫങ്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. ഫങ്ഷന് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഫങ്ഷൻ്റെ ആവശ്യകത എന്നുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫങ്ഷൻ മെയിൻ ഒരു ഫങ്ഷനാണെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് C++ൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് പഠിക്കുമ്പോൾ ഗെറ്റസ് എന്നുള്ളൊരു ഫങ്ഷൻ പഠിച്ചിരുന്നു. ഗെറ്റസ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുട്ടസ് എന്നുള്ളത് വേറൊരു ഫങ്ഷൻ ഉണ്ട്. റീഡ് ചെയ്തിട്ടുള്ള സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ അല്ല ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. ഈ ഗെറ്റസ് പുട്ടസ് എന്നുള്ള ഫങ്ഷൻ പോലെ ഒരുപാട് ഫങ്ഷൻസ് C++ൽ അവൈലബിൾ ആണ്. ഈ ഗെറ്റസും പുട്ടസും ഒക്കെ ആരാണോ അത് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്, അതായത് ഡെവലപ്പേഴ്സ്, C++ ഡെവലപ്പേഴ്സ് അത് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യാർത്ഥം ഫങ്ഷൻസ് ഉണ്ടാക്കാം. ഫങ്ഷൻസ് നമ്മുടെ ആവശ്യാർത്ഥം ഉണ്ടാക്കാം. അതിനെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയും. അതായത് യൂസർ നമ്മളെ ഓരോരുത്തരും നമ്മുടെ ആവശ്യാനുസരണം ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസ്. നിങ്ങൾ കുറച്ച് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഡാറ്റ ടൈപ്സ് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ ടൈപ്സ് അല്ലേ? ഡാറ്റ ടൈപ്സ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ്, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ഉണ്ട്. യൂസർ ഡിഫൈൻ ചെയ്ത ഡാറ്റ ടൈപ്സ് ആണ്. ഇവിടെ ഫങ്ഷൻ മെയിൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഫങ്ഷനാണ് C++ അവൈലബിൾ ആയിട്ടുള്ള. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യാർത്ഥം ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഗെറ്റസ്, പുട്ടസ്, അതുപോലെ തന്നെ ഇനിയും കുറേ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അത് C++ൻ്റെ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എ ഫങ്ഷൻ? ഒരു ഫങ്ഷനെ നമ്മൾ പറയാം ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് പ്രോഗ്രാം. എ സ്മോൾ സെൽഫ് കണ്ടെയ്ൻഡ് പ്രോഗ്രാം. ഒരു ചെറിയ പ്രോഗ്രാമിനെ പറയുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഗ്രാം കണ്ടു അല്ലേ? C++ൽ കുറച്ച് ഒന്നാമത്തെ രണ്ടാമത്തെ പാഠത്തിലൊക്കെ ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് കണ്ടു. ഈ പ്രോഗ്രാംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാംസാണ്. അതിൽ ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, മെയിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പ്രോഗ്രാമിംഗ് അഡ്വാൻസ്ഡ് പ്രോഗ്രാമിങ്ങിലേക്ക് പോകുമ്പോൾ വലിയ വലിയ പ്രോഗ്രാംസ് ഉണ്ടാവും. വലിയ പ്രോഗ്രാംസ്, ഈ വലിയ പ്രോഗ്രാംസ് എഴുതേണ്ട അവരും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു ഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ അതിൽ പ്രോഗ്രാംസ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. ഓരോ പ്രോഗ്രാംസും വെരി ലാർജ് പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ ഒരു മെയിൻ എഴുതിയിട്ട് ഒരുപാട് വലിയ പ്രോഗ്രാം, ഒരുപാട് വരികളോട് കൂടിയിട്ട് പ്രോഗ്രാം എഴുതുന്നതെന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സിറ്റി കൂട്ടും, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യാറ് വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റും. അതായത് ഒരു വലിയ പ്രോഗ്രാമിനെ ഇത് ഒരു മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ലാർജ് പ്രോഗ്രാം, ഈ ലാർജ് പ്രോഗ്രാംസിനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റും. സെൽഫ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഇപ്പോൾ പ്രോഗ്രാം 1, പ്രോഗ്രാം 2, പ്രോഗ്രാം 3
ഇതെല്ലാം കൂടി അവസാനം ഒരുമിപ്പിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നോക്കൂ, ഇപ്പം നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സബ് ജില്ലാ കലോത്സവം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് കലോത്സവം നടക്കുകയാണ്. സാധാരണ ആ ഒരു മെയിൻ സംഭവം, അത് കലോത്സവം നടത്തി വിജയകരമായി നടത്തി തീർക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അവിടെ എന്താ ചെയ്യാറ്? സാധാരണ ഒരു മേള നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് കമ്മിറ്റികൾ ഫോം ചെയ്യും ഇല്ലേ. ഇപ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൽ ഒരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടാവും അല്ലേ, ഒരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടാവും, ഒരു ഫുഡ് കമ്മിറ്റി ഉണ്ടാവും, ഒരു ട്രോഫി കമ്മിറ്റി ഉണ്ടാവും അല്ലേ, ഒരു എന്താ പറയുക അഡ്വർടൈസിങ് കമ്മിറ്റി ഉണ്ടാവും. അങ്ങനെ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ ഫോം ചെയ്യും. ഈ കമ്മിറ്റികൾക്ക് ഓരോ എന്തുണ്ടാവും, പണികളുണ്ടാവും, ഓരോ വർക്കുകളുണ്ടാവും. ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ പണി എന്താ? അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഈ മേളയ്ക്ക് സർക്കാർ അനുവദിച്ച ഒരു 4 ദിവസമോ 5 ദിവസമോ ആണെങ്കിൽ ആ 4 ദിവസത്തേക്കുള്ള പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്യുക, എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അവർക്കൊരു പ്രത്യേകതരം പണിയുണ്ടാവും. അതൊരു ടീമായിട്ട് വർക്കൗട്ട് ചെയ്യും. എന്നാൽ ഫുഡ് കമ്മിറ്റിക്ക് എന്താ? വരുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ഭക്ഷണം നൽകത്തക്ക വിധത്തിൽ അവരുടെ ജഡ്ജിമെന്റ് വരുന്നവര്, അതിൻ്റെ എസ്കോർട്ടിങ് ടീച്ചേഴ്സിന്. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് കമ്മിറ്റിയുടെ പണി എന്ന് പറഞ്ഞാൽ ഫുഡുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം വിജയകരമായി പ്രോഗ്രാംസ് നടത്താനുള്ള അഭിപ്രായം. ട്രോഫി കമ്മിറ്റിക്ക് ഈ പറഞ്ഞ ട്രോഫി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ. ഇപ്പം ഇത് ഓരോ കമ്മിറ്റിയും അവരുടേതായിട്ട് ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ടാവും വേറെ അല്ലേ. അപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് ആ സ്ഥലത്തെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നടത്തുക, ഡിസിപ്ലിൻ ഉറപ്പുവരുത്താൻ ആവശ്യമായ സജ്ജീകരണം നടത്തുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 5-10 കമ്മിറ്റികളാണ് സെപ്പറേറ്റ് ഉണ്ടാവുക. ഇവരെല്ലാവരുടെയും ഏകോപിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംരംഭം വിജയകരമാക്കി തീർക്കുന്നത്. ഇതേപോലെ ഒരു പ്രോഗ്രാം, ഈ സംഭവം ഒരു എക്സാമ്പിൾ കൊടുക്കാം അല്ലേ. ഈവൻ നമ്മുടെ സ്കൂളിൽ വിവിധ കോഴ്സുകളുണ്ട് അല്ലേ. കൊമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. കൊമേഴ്സിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സയൻസിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സയൻസിലെ കുട്ടികളുണ്ട്, സയൻസിലെ ടീച്ചേഴ്സ് ഉണ്ട്, സയൻസിലെ എല്ലാ അതിനുള്ള പഠന സാമഗ്രികളുണ്ട്. ഇതെല്ലാം പ്രവർത്തിപ്പിച്ച് ഒരു ലക്ഷ്യം നിറവേറ്റുന്നു, മാക്സിമം നമ്മൾ റിസൾട്ട് ഉണ്ടാക്കണം. സയൻസിലെ ടീച്ചേഴ്സും സയൻസിലെ കുട്ടികളും സയൻസിലെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് സയൻസിൽ എന്ത് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു, അത് റിസൾട്ട് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ കേസിലും ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തിട്ടാണ് സ്കൂൾ എന്നുള്ള ആ ഒരു സംരംഭത്തിന് എന്ത് ചെയ്യുന്നത്, ഒരു റിസൾട്ട് ഉണ്ടാകും. എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കൊമേഴ്സിന് 100% ഉണ്ട് വിജയം എന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ സയൻസിന് 100% ഉണ്ടെന്ന് വിചാരിക്കുക, ഹ്യൂമാനിറ്റീസിന് 100% ഉണ്ടെങ്കിൽ മൊത്തം സ്കൂളിൻ്റെ റിസൾട്ട് 100% ആവും. എന്നാൽ ഏതെങ്കിലും ഒരു ബാച്ച് ഒരു ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ശതമാനത്തെ ബാധിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ എന്ന് പറയുമ്പോൾ കുറേ വിഭാഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനം. ഏതിപ്പോൾ ഒരു മിനിസ്റ്റർ എടുക്കുക, മന്ത്രിസഭ എടുക്കുക, മന്ത്രിസഭയിൽ എന്തുണ്ട്, വിവിധ വകുപ്പുകളുണ്ടില്ലേ. ഇപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാവും, ഒരു പ്രധാനപ്പെട്ട ചീഫായിട്ടുള്ള ആൾ. അതിൻ്റെ കീഴിൽ എന്തുണ്ട്, കുറേ മന്ത്രിമാരുണ്ട്. ഈ മന്ത്രിമാരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വകുപ്പുകൾ ചെയ്യുന്നുണ്ട്. മൊത്തം മിനിസ്ട്രിയുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വകുപ്പിൻ്റെയും മൊത്തത്തിലുള്ള പ്രകടനത്തിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ധനകാര്യ വകുപ്പ് ഒരു മന്ത്രിയുണ്ട്, ആ മന്ത്രിയുടെ കീഴിൽ ഒരുപാട് എന്തുണ്ട്, അസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സെക്രട്ടറിമാരുണ്ടാവും.
ജീവനക്കാരുണ്ടാവും. ഇതേപോലെ ഓരോ വകുപ്പുകൾക്ക് ഉണ്ടാവും. ഈ ഓരോ വകുപ്പിലുടെയും വിജയകരമായ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മന്ത്രിസഭയുടെ പ്രവർത്തനം ഉണ്ടാവുക, അല്ലെ, മികവുണ്ടാവുക. ഏതെങ്കിലും ഒരു വകുപ്പിന് എന്തെങ്കിലും ഒരു പോരായ്മയോ എന്തെങ്കിലും ഒരു പ്രശ്നം, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് മൊത്തം മന്ത്രിസഭയെ ബാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈ മൊത്തം പ്രവർത്തനത്തെ ശരിക്കും നമ്മൾ വിലയിരുത്തുന്നത് എല്ലാ വകുപ്പുകളുടെയും, അല്ലെ, മന്ത്രിസഭ എല്ലാ ആഴ്ചയും മന്ത്രിസഭ കൂടും. ഈ മന്ത്രിസഭ കൂടുമ്പോൾ ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾക്കുള്ള സാങ്ഷനൊക്കെ വാങ്ങാനാണ്. അപ്പോൾ ശരിക്കും ഒരു വിലയിരുത്തലാണ് അവിടെ. എന്നിട്ടാണ് പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഫുൾഫിൽ ആവുന്നത്. ഒരൊറ്റ പ്രോഗ്രാം അല്ല, ഒരു കാര്യത്തെ വിവിധ സെക്ഷനുകളാക്കി, വിവിധ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ ആക്കുക എന്ന് പറഞ്ഞത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പോൾ ആ രീതിയാണ് നമ്മൾ C++ അവലംബിക്കുന്നത്. വലിയ ഒറ്റ പ്രോഗ്രാമാണ് എഴുതുന്നതിന് പകരം കുറേ ചെറിയ ചെറിയ പ്രോഗ്രാം എഴുതണം. കുറേ ഫങ്ഷനായിട്ട് എഴുതാന്നാണ് പറയാം. ഒറ്റ പ്രോഗ്രാം, ഒരു വലിയ പ്രോഗ്രാം എഴുതുന്നതിന് പകരം ആ വലിയ പ്രോഗ്രാമിനെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. കഷ്ണങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തോന്നിയ പോലെ നമുക്ക് കഷ്ണമാക്കാൻ പറ്റില്ല. അതിന് കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്, അല്ലേ. ഇപ്പോൾ 200 ലൈനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു 20 ലൈനുള്ള സെപ്പറേറ്റ് 10 പ്രോഗ്രാമാക്കി മാറ്റാം. പക്ഷെ മാറ്റുന്നതിന് കുറേ എന്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് കണ്ടെയ്ൻഡ് പ്രോഗ്രാമായിരിക്കും. അത് പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടാവണം. മറ്റേ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ യാതൊരു തരത്തിലും പിന്നെ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരത്തക്ക വിധത്തിലാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ചെയ്യാം. അപ്പോൾ ഇവിടെ ഫങ്ഷൻ എന്നുള്ള പാഠം വരുന്നത്. ഫങ്ഷനിൽ തുടക്കത്തിൽ പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പ്രോഗ്രാം എല്ലാം തന്നെ ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളൂ. ഒരു ഫങ്ഷൻ, മെയിൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോഴും മനസ്സിലാക്കുക, മെയിൻ എന്ന് പറയുന്നത് ഫങ്ഷന്റെ പ്രത്യേകത പറഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് മെയിൻ ഫങ്ഷൻ. അപ്പോൾ നമുക്കിനി പറയാം, നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ ഒരൊറ്റ ഫങ്ഷനേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ സം ഓഫ് n നമ്പേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലേ. സം ഓഫ് n നമ്പേഴ്സ് യൂസിങ് അറേ, അല്ലേ. വവൽസ് കൗണ്ട് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതും. അതുപോലെ തന്നെ അതിന് മുമ്പ് പല പ്രോഗ്രാം എഴുതും. ഇതെല്ലാം മെയിൻ എന്നുള്ള, അല്ലെ, ഇൻഡ് മെയിൻ എന്ന് പറയുന്ന, അതായത് മെയിൻ എന്നുള്ളത് ശരിക്കും C++ലെ ഒരു ഡിഫോൾട്ട് ഫംഗ്ഷനാണ്. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ മെയിൻ എന്നുള്ള ഫംഗ്ഷനാണ് C++ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇതല്ലാതെ നമുക്ക് നമ്മുടേതായ ആവശ്യാർത്ഥം നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ചില പ്രോഗ്രാമിൽ 1, 2, 3, 4 ഒരു ഫംഗ്ഷൻ എന്തായാലും ഉണ്ടാവും. അതാണ് മെയിൻ. ഒരു ഫംഗ്ഷനേ ഉള്ളൂ എങ്കിൽ അത് മെയിനായി. മനസ്സിലായി? ഒന്നിലധികം ഫംഗ്ഷൻസ് നമുക്ക് എഴുതാം. അത് എഴുതുന്നത് എങ്ങനെ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ, ഇൻട്രൊഡക്ഷനിൽ തുടക്കത്തെ പേജിൽ 45-ാമത്തെ പേജിൽ പറയുന്നത് നമ്മൾ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. വലിയ പ്രോഗ്രാം, ബ്രേക്ക് ലാർജർ പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാം ആക്കി മാറ്റുക. പ്രോഗ്രാമിനെ കുറേ സബ് പ്രോഗ്രാമുകളാക്കുക, കുറേ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കുക, ബ്രേക്ക് ചെയ്യുക പ്രോഗ്രാം. നമ്മൾ ചെയ്ത പ്രോഗ്രാമൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം മാത്രം നമുക്ക് എഴുതാം. പിന്നെ നിങ്ങളുടെ ഇതിൽ പറയുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാം. 46-ാമത്തെ പേജ് പറയുന്നു, കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാം.
എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? മോഡുലാർ, മൊഡ്യൂൾ എന്നാണ് ഇപ്പോൾ എന്താണ് മോഡുലാർ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എക്സാമ്പിൾ എടുക്കുക. ആ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ യുവജനോത്സവത്തിൻ്റെ മേളയുടെ സബ് കമ്മിറ്റികൾ ഓരോ മൊഡ്യൂളാണ് ചെയ്യുന്നത്, ഓരോരുത്തരും ഓരോ മൊഡ്യൂൾ ചെയ്യുന്നത് അല്ലേ. പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും കാര്യങ്ങളതിനനുസരിച്ചുള്ള ചാർട്ട് ചെയ്യുകയും അല്ലേ, പ്രോഗ്രാം ചാർട്ട് ഉണ്ടാക്കുക, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അവരുടെ പണി മൊഡ്യൂൾ. അപ്പോൾ ഓരോ മൊഡ്യൂളുകൾ ഉണ്ടാവും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ. മൊഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോഗ്രാമിനെ നേരത്തെ പറഞ്ഞല്ലോ സബ് പ്രോഗ്രാമുകളാണ്. സബ് പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് മൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. മൊഡ്യൂൾസ്, മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എ സ്മോൾ പ്രോഗ്രാം, അത് ഒരു സബ് പ്രോഗ്രാം. നമ്മുടെ C++ന്റെ അല്ലെ പ്രോഗ്രാമിംഗ് മെത്തഡോളജിയിൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എന്താണ്? എ സ്മോൾ പ്രോഗ്രാം. സ്മോൾ പ്രോഗ്രാം. ഈ സ്മോൾ പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. എന്തും വളരെ ചെറുതാകുമ്പോഴും നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഈ മൊഡ്യൂൾസ് ആക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സബ് പ്രോഗ്രാം ആക്കുന്നതിൻ്റെ അല്ല ഫങ്ഷൻസ് ആക്കുന്നതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ മൊഡ്യൂൾ എന്ന് പറയുന്നതും സബ് പ്രോഗ്രാം എന്ന് പറയുന്നതും അതിനെ ഫങ്ഷൻ എന്ന് പറയുന്നതും മൂന്നും ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഫങ്ഷൻ എന്നുള്ള പദമാണ് ശരിക്കും C++ൽ ഉപയോഗിക്കുക. ജനറൽ കൺസെപ്റ്റിൽ ഈ ബ്രേക്ക് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയാം മൊഡ്യൂൾ. ബ്രേക്ക് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്നതാണ് എന്ത്? മോഡുലറൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമുണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് മോഡുലറൈസേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 46-ാമത്തെ പേജിൽ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള ഭാഗത്ത് 2ാമത്തെ പാരഗ്രാഫിന്റെ ഏകദേശം പറയുന്നുണ്ട് എന്താണ് മോഡുലറൈസേഷൻ. നോക്കുക, ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻടു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ശ്രദ്ധിക്കുക, ഇത് മോഡുലറൈസേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി അല്ലെ ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ്. ഓക്കെ, ഒരു മോഡുലറൈസേഷൻ എന്താണ്? വാട്ട് ഈസ് മോഡുലറൈസേഷൻ? മോഡുലറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് a large program into smaller subprograms. Like smaller subprograms. നമ്മുടെ ബുക്കിൽ പറയുന്നു, ഒന്നുകൂടി വായിക്കുന്നു. The process of breaking large programs into smaller subprograms is known as modularization. ഈ സബ് പ്രോഗ്രാമിനെ ഞാൻ നേരത്തെ പറഞ്ഞു മൊഡ്യൂൾ എന്നും പറയാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻടു മൊഡ്യൂൾസ് ഈസ് നോൺ ആസ് മോഡുലറൈസേഷൻ. ആ സബ് പ്രോഗ്രാമിന് C++ന്റെ ഭാഷയിൽ പറയുന്ന വാക്കാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഫംഗ്ഷൻ ഈസ് എ സബ് പ്രോഗ്രാം. പറഞ്ഞോടെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ് പ്രോഗ്രാം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക. മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞത്, മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി ചെറിയ ചെറിയ പാർട്ടുകളാക്കി ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് എന്ത്? മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കേണ്ടത്. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. വാട്ട് ആർ ദ മെറിറ്റ്സ്? ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് മോഡുലറൈസേഷൻ കൺസെപ്റ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മോഡുലറൈസേഷൻ എന്ന് പറയാ. എന്നിട്ട് നെക്സ്റ്റ് പറയുന്ന മോഡുലറൈസേഷന്റെ മെറിറ്റും ഡിമെറിറ്റും എഴുതുക. മെറിറ്റ് എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന്
മനസ്സിലായിട്ടുണ്ടാവുന്ന ചെയ്യും. അപ്പൊ നോക്കുക, നിങ്ങളുടെ ബുക്കിൽ 4 പോയിന്റ് പറയുന്നുണ്ട്, 4 ഗുണങ്ങൾ പറയുന്നുണ്ട്, 4 മെച്ചങ്ങൾ പറയുന്നുണ്ട്, 4 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്താ? ഒന്ന്, reduces the size of program. reduces the size of program. പ്രോഗ്രാമിന്റെ സൈസ് കുറയുന്നു. ശരിയാണല്ലേ? കാരണം എന്താ? കഷ്ണമാക്കി, അതായത് ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുമ്പോൾ ഓരോ പ്രോഗ്രാമിന്റെയും അല്ലെ, വലിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഗ്രാം ആവുകയാണ്. അപ്പൊ സൈസ് കുറയാണ്, പ്രോഗ്രാമിന്റെ സൈസ് കുറയാണ്. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മറിസ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് റെഡ്യൂസസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം. 2, ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്, എറർ ഒക്കറൻസസ് എന്ന് പറയുന്നത് എന്താ? അതായത് എററുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം വലിയ പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് തെറ്റുകൾ വരാം, പല ഭാഗത്ത് തെറ്റ് വരാം. അപ്പോൾ അത് എറർ കണ്ടുപിടിക്കാൻ ഡീബഗിങ് എന്നുള്ള പ്രവർത്തനം കുറച്ചും കൂടി എന്താണ്, കോംപ്ലക്സ് ആണ് ഏതില്, വലിയ പ്രോഗ്രാംസ്. എന്ന് വെച്ചാൽ മൊഡ്യൂൾസ് ആക്കി, അല്ലെങ്കിൽ ഈ മോഡുലറൈസേഷൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും എററുകൾ ഒരു അളവ് വരെ കുറയാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. അല്ലേ? എന്താണ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ? ഈ 2 കാര്യം കൊണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാവുന്നതാണ്. കോംപ്ലക്സിറ്റി ഉണ്ടാവില്ല അല്ലേ? പ്രോഗ്രാമിൽ എറർ കുറയാണ്, കാരണം ചെറിയ പ്രോഗ്രാം ആക്കുന്നു അല്ലേ? ചെറിയ പ്രോഗ്രാം ആകുന്നതുകൊണ്ട് എറർ കുറയുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സങ്കീർണത ഉണ്ടാവില്ല അല്ലേ? വലിയ പ്രോഗ്രാം ഒരുപാട് കോംപ്ലക്സിറ്റി കൂടും. അപ്പോൾ അതെന്താണ്, മറ്റൊരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് 4, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. എന്താണ് റീയൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ റീയൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അത് ഒരാളുണ്ടാക്കിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു സബ് പ്രോഗ്രാം ആണെങ്കിൽ, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു റീയൂസബിലിറ്റി, റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നു. അപ്പോൾ 4 പ്രധാനപ്പെട്ട മെറിറ്റ്സ് ആണ് പറയുന്നത്. ഒന്ന്, റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം. ശരിക്കും ഒരു പ്രോഗ്രാമിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെ നെക്സ്റ്റ്, എററുകൾ ഒക്കർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടാവും, കുറവാണ്. പിന്നെ കോംപ്ലക്സിറ്റി റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. പിന്നെ ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. വീണ്ടും നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി ഉണ്ട് അല്ലേ? ഒരു ഫംഗ്ഷൻ ആക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എടുത്തപ്പോൾ നമ്മൾ ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ആരോ എഴുതി വെച്ചുകൊണ്ടാണ് നമുക്ക് ഗെറ്റസ് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു ഫംഗ്ഷനെ നേരെ പ്ലേസ് ചെയ്താൽ മതി. ആണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഇത് റീയൂസ് ചെയ്യുക, എങ്ങനെയാണ് നമുക്കത് എഴുതുക എന്നുള്ളതൊക്കെ ഈ പാഠത്തിൻ്റെ നെക്സ്റ്റ് ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഡീമെറിറ്റ് പറയുന്നുണ്ട്. ഡീമെറിറ്റിൽ പറയണത് വെച്ചാൽ നമുക്കറിയാലോ, ഒരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യാണ് അല്ലേ, ബ്രേക്ക് ചെയ്യാണ്. ഈ ബ്രേക്കിംഗ് ശ്രദ്ധിക്കണം. കണ്ട പോലെ തോന്നിയ പോലെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറുതാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അതിന് വളരെ ശ്രദ്ധിച്ച് ഫുൾ ഫ്ലെഡ്ജ് ആക്കി, സെൽഫ് കണ്ടെയ്ൻഡ് ആക്കി ഡിവൈഡ്. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുക എന്നുള്ള, ബ്രേക്കിംഗ് ഡൗൺ ഈസ് എ വെരി ക്രിട്ടിക്കൽ ടാസ്ക്. മനസ്സിലായി? പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. അതൊരു വെല്ലുവിളിയാണ്. ആ ഒരു ഡിമെറിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൽ പറയുന്നത്. അത് സബ് പ്രോഗ്രാം ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ഒരു പ്രോഗ്രാമിനെ, അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അല്ലേ. ഒരു കാര്യം ആലോചിച്ച് നോക്കും, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി നോക്കാം. നമ്മുടെ സ്കൂളിൽ നമുക്ക്
100% വിജയം നേടണം എന്നൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ചെയ്യണം? ഹ്യൂമാനിറ്റീസിലായാലും സയൻസിലായാലും കൊമേഴ്സിലായാലും അല്ലേ, ഓരോ ബാച്ചിലും വിവിധ തലത്തിലുള്ള കുട്ടികളുണ്ടാവും. ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളുണ്ടാവും, മിഡിൽ ലെവലിൽ നിൽക്കുന്നുണ്ടാവും, നല്ല ടോപ്പിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരെ എല്ലാവരെയും വിജയിപ്പിച്ച് ഇപ്പോൾ ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളെ വായിക്കാൻ പോലും അറിയാത്ത കുട്ടികൾക്ക് ആവശ്യമായ സ്ട്രാറ്റജികൾ കൊടുക്കണം. അപ്പം അതിനനുസരിച്ച് നമ്മളിത് പ്രോപ്പർ പ്ലാനിങ് നടത്തണം. അതിനാവശ്യമായ മൊഡ്യൂൾസ് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഒരു ചലഞ്ചിങ് ടാസ്ക് തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരു വലിയൊരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാത്ത തരത്തിൽ അത് ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് എന്നുള്ളതാണ് ഇവിടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ പഠനത്തിൻ്റെ തുടക്കത്തിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് മോഡുലറൈസേഷൻ എന്ന് ചോദിക്കാറുണ്ട്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെറിറ്റ്സും ഡിമെറിറ്റും പറയണം. മോഡുലറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ എ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ്, ദാറ്റ് ഈസ് നോൺ ആസ് മോഡുലറൈസേഷൻ. അതിൻ്റെ മെറിറ്റുകൾ 4 പോയിന്റ് പറഞ്ഞു. എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഫംഗ്ഷന് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂളാണ്. പക്ഷേ സബ് പ്രോഗ്രാമിനെ പറയാണ്. സിപ്ലസിൽ ചെറിയ പ്രോഗ്രാമാണ്. സിപ്ലസ് എല്ലാം ചെറിയ പ്രോഗ്രാമായിട്ടാണ്. ഒരു എഡിറ്ററിൽ ചെറിയ പ്രോഗ്രാമായിട്ട് എഴുതുകയും ചെയ്യും. അപ്പോൾ മെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഇനി നമ്മൾ ഫംഗ്ഷൻസ് കാണാൻ പോകണം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്ന ഫംഗ്ഷൻസ് ഇൻ സി പ്ലസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിരിക്കും മോഡുലറൈസേഷൻ എന്താണെന്നാണ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മോഡുലറൈസേഷൻ. മൊഡ്യൂളാക്കുന്ന പ്രവർത്തനം, കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്നിട്ട് ഈ ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് നോക്കാനുള്ള ഫങ്ഷൻസ് ആണ്. ഇനി നമ്മൾ C++ലേക്ക് കേന്ദ്രീകരിക്കാം. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജനറലാണ്. ജനറൽ പ്രോഗ്രാമിംഗ് മെത്തഡോളജിയിൽ വരുന്ന മോഡുലറൈസേഷനെ കുറിച്ചാണ്. മനസ്സിലെ ജനറൽ പ്രോഗ്രാമിംഗിൽ വരുന്ന അത് C++ എന്നില്ല, ജാവ എന്നില്ല, മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നില്ല. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്ന ഒരു ജനറൽ കൺസെപ്റ്റാണ് മോഡുലറൈസേഷൻ. C++ പറയുമ്പോൾ ഫംഗ്ഷൻ ആക്കുക എന്നാണ്. ആ ഫംഗ്ഷൻ ആക്കുന്നത് എങ്ങനെയാണെന്നും ഫംഗ്ഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ കാര്യം ഈ പറഞ്ഞ മോഡുലറൈസേഷൻ, അത് തന്നെ മൊഡ്യൂൾസ്, സബ് പ്രോഗ്രാം, ഫംഗ്ഷന് എല്ലാം ഒന്നാണ്. അതോടൊപ്പം തന്നെ മോഡുലറൈസേഷൻ്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.